അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും സ്വീകരിക്കുന്നതിന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ
സാമ്പത്തികമായ ബാധ്യതകളും കടങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവർ, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിറ്റുമാറാനുള്ള സാധനങ്ങൾ, വള്ളങ്ങളുണ്ടാകും, വലകളുണ്ടാകും, വീടുണ്ടാകും, സ്ഥലമുണ്ടാകും, ഇങ്ങനെയെല്ലാം അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന കാരണം നിൻ്റെ കടങ്ങളുടെ പലിശകൾ കൂടുന്നവരുണ്ട്. കർത്താവേ, ഞാൻ അവരെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരസ്വരം നീക്കുവാമേ. പ്രിയമുള്ളവരെ, ചില സമയത്ത് നമ്മൾ വല്ലാതെ മാനസികമായിട്ട് ടയർഡാകും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം നമുക്ക് എടുത്താൽ പൊങ്ങാത്തതാകുമ്പോഴും തന്നെത്താൻ അത് ഭാരം വെക്കുമ്പോഴാണ്. ജീവിതം തന്നെത്താൻ ഭാരം വെക്കുമ്പോൾ ജീവിതം നമുക്ക് എടുത്തുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റാതെ വരും. അപ്പോൾ പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്താണ്? യോഹന്നാൻ 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ പ്രവർത്തികൾ നമുക്ക് എടുത്താൽ പൊങ്ങാത്ത രീതിയിൽ ജീവിതം ഭാരപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ എന്ത് ചെയ്യണം? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നുവെന്നുള്ള ഒരു ഇക്വേഷൻ ബൈബിളിലുണ്ട്. അത് നമുക്ക് സെൽഫായിട്ട് പേഴ്സണലായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മളിൽ വസിക്കുന്ന ദൈവമായിരിക്കണം നമ്മുടെ ജീവിതം ഏറ്റെടുക്കേണ്ടത്. അപ്പം നമ്മൾ വസിക്കുന്ന ദൈവമായിരിക്കണം നമുക്ക് പകരം നമ്മുടെ എടുത്താൽ പൊങ്ങാത്ത ജീവിതഭാരം ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് കർത്താവ് സിങ്കാക്കുന്നുണ്ട്. എങ്ങനെയാണ്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ജീവിതം എടുത്താൽ പൊങ്ങാത്തതായി തോന്നുന്നവരും എന്ത് ചെയ്യണം? എൻ്റെ അടുത്ത് വരിക. അപ്പം എൻ്റെ അടുത്ത് വന്നാൽ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ പറയണം, അല്ലേ? മത്തായി 11:28-29. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പൊ നിങ്ങളെ ആശ്വസിപ്പിക്കാന്ന് പറയണത് കാര്യം ഈശോ ആ ഭാരം നമുക്കെടുത്താൽ പൊങ്ങാത്ത ഭാരം ഈശോ ഏറ്റെടുക്കാവുന്നത്. പക്ഷെ അത് എങ്ങനെ എടുക്കും എന്നുള്ളതിൻ്റെ അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് കൂടി അറിയണം. മെക്കാനിസം ആരാ പറയണത്? അത് യോഹന്നാൻ തന്നെ പറയണത്. 1 യോഹന്നാൻ 2:6. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ, എന്നിൽ വസിച്ചുകൊണ്ടാണ് പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. 1 യോഹന്നാൻ 2:5. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. അപ്പൊ ഈ ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യണതല്ലേ? അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? അവൻ നമ്മളിൽ വസിക്കും. നമ്മൾ വസിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ജോലി ചെയ്യണ പോലെ ദൈവം നമ്മൾ വസിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കും. അങ്ങനെയാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്. എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ എന്താ കാര്യം? നല്ല ക്ലേശങ്ങളുടെയും ഭാരങ്ങളുടെയും കാലത്ത് കർത്താവിൻ്റെ വചനം സാക്ഷിയാക്കി വചനം പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ഭാരം ദൈവം ഏറ്റെടുക്കുമെന്ന് ചുരുക്കം. വിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമായി ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്.
ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ വരുന്നത്, ഞാനൊരു പ്രൈവറ്റ് ചിട്ടി സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഞാൻ ചിട്ടിയുടെ കളക്ഷൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്ന സമയത്താണ് ഒരു ചേച്ചി പറഞ്ഞ അനുസരിച്ചിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ ഇവിടെ വന്ന് ജസ്റ്റ് അമ്മയെ കണ്ട് തൊഴുതിട്ട് പോകാനായിട്ടാണ് വന്നപ്പോൾ ആ ഉടമ്പടി ടോക്കൺ എടുക്കുന്ന സ്ഥലത്ത് ഒരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു. ആ ചേച്ചിയോടാണ് ഞാൻ ചോദിച്ചത്. ആ ചേച്ചി പറഞ്ഞു പെട്ടെന്ന് എടുത്തോ, ഉടമ്പടി എടുക്കാനായിട്ടുള്ള ടോക്കൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം 9ാമത്തെ ടോക്കണാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അന്ന് അതിരാവിലെ ഇവിടെ വന്നിരുന്നു. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുക്കുമായിരുന്നു. ഇവിടെ തൊഴാൻ വേണ്ടി വന്നതാണ് ഞാൻ. പെട്ടെന്ന് തന്നെ ഞാൻ ടോക്കൺ എടുത്ത് ചെയ്തത്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ഞാനൊരു ചിട്ടി സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പാവപ്പഴമുണ്ട്. ഒരു കസ്റ്റമർക്ക് ചിട്ടി കൃത്യസമയത്ത് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ അത് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയുടെ കാശുരൂപം കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവർക്ക് ആ ചിട്ടി കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജോലിയെ ബാധിക്കും, എൻ്റെ ജോലി എന്നെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അവസരത്തിൽ ഞാൻ ശരിക്കും അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് കാശുരൂപം കയ്യിൽ വെച്ചിട്ട് ഞാൻ ആ സിസ്റ്റത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും സിസ്റ്റത്തിലുണ്ടെങ്കിൽ മാത്രമേ അവർ ലിസ്റ്റ് എടുത്ത് തരുള്ളൂ. പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു. വീണ്ടും അവരെന്നെ ഒന്നുകൂടെ ചെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ കമ്പ്യൂട്ടറിൽ കാണുന്നുണ്ട്, ലിസ്റ്റ് അടിച്ചു തരാമെന്ന് പറഞ്ഞു. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അമ്മയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ അത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. കാരണം ഒരിക്കലും ലിസ്റ്റിലില്ലാത്ത ഒരു സാധനം കമ്പ്യൂട്ടറിൽ വരില്ല. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ വർഷങ്ങളായിട്ട് അവിടെയുള്ള ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ഒരു അനുഗ്രഹം അമ്മ എനിക്ക് സഹായിച്ചു തന്നു. പിന്നെ എനിക്ക് ഏകദേശം ഒരു 10-20 വർഷത്തിന് ആയിട്ട് എനിക്ക് ഉറക്കം എന്നുള്ള പ്രശ്നം വലിയൊരു ഇതായിരുന്നു. ഉറങ്ങാൻ കിടന്നിട്ട് 12 മണിക്ക് ശേഷം എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഉറക്കം വരാതെ ഞാൻ എഴുന്നേറ്റിരിക്കുകയും വീട്ടിൽ ചിലപ്പോൾ ഞാൻ വൈഫിനോട് പറയും എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം. ചിലപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ ചിലപ്പം പ്രഷർ കൂടുതലുണ്ടാകും. അപ്പോൾ അവരെന്തെങ്കിലും ഒരു മരുന്ന് തരും, ഞാൻ തിരിച്ചു പോരും. എങ്കിലും എനിക്ക് ഉറക്കം വരികയല്ല. ഞാൻ വെളുക്കുന്നവരെ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്തേന് അമ്മയുടെയും കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഒട്ടും പറ്റണില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് മാറ്റി തന്നെ ഒന്നും. വീട്ടിൽ എൻ്റെ വൈഫിന് പോലും അറിയില്ല. ഞാൻ 12 മണിക്കും 1 മണിക്കും രാത്രിയിൽ തനിയെ ബൈക്ക് ഓടിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. രാത്രിയിൽ വരുമ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല. വെളിയിൽ അമ്മയുടെ ആ രൂപത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകും. ഞാൻ ഗേറ്റ് തുറന്ന് വാതിൽ തുറന്ന് അകത്ത് കയറി കിടന്ന് കഴിയുമ്പോൾ പോലും വൈഫ് അറിയാമല്ലോ. പിറ്റേ ദിവസം രാവിലെ വൈഫിന് ടെൻഷൻ ഉണ്ടാവുണ്ടല്ലോ എന്ന് കരുതി ഞാനത് പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വൈഫ് അത് അറിയുന്നത് തന്നെ. പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതിനൊരു മാറ്റം വന്നത്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മനസ്സിലേക്കൊരു ടെൻഷൻ വരുന്ന സമയത്ത് തന്നെ ഞാൻ അമ്മയുടെ കാശുരൂപം മുറുകെ പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ ഇനി വരല്ലേ അമ്മേ, എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് അതിൻ്റെ അപ്പുറം പോകില്ല. അതിന് മുമ്പ് ഞാൻ ഉറങ്ങും. എങ്ങനെയെങ്കിലും പിന്നെ ആ കാശുരൂപം ഞാൻ എൻ്റെ തല അടിയിൽ വെച്ചിട്ടാണ് ഞാനത് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരു മാറ്റം എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഞങ്ങൾ തമ്മിലൊരു ഐക്യം എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യങ്ങൾ നടക്കുമ്പോൾ വഴക്കും ബഹളമായിട്ട് അലസി പോകാറോ പതിവ്. അവരാരും തമ്മിലൊരു സഹകരണമോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കരോ വിളിക്കോ പറച്ചിലോ ഒന്നുമില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അതിനൊരുപാട് മാറ്റം വന്നു. എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും വിളിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അവർ അടുക്കാറുണ്ട്. അവരെ ശത്രുക്കളായിട്ട് കണ്ടവർ പലരും തന്നെ ഇപ്പോൾ മിത്രങ്ങളായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു അനുഗ്രഹം അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. കാരണം കളക്ഷൻ എടുക്കാനായിട്ട് പല സ്ഥലത്ത് വരെയും പോകണം. 40 കിലോമീറ്റർ ദൂരം പോയിട്ടാണ് തിരിച്ചു വരുന്നത്. ആ സമയത്ത് പലപ്പോഴും ഞാൻ രാവിലെ 10:30 ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സമയം തൊട്ട് ഉച്ചയ്ക്ക് 1:30 ഊണ് കഴിക്കുന്നവരെയും അമ്മയുടെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. വേറെ ഒരു കാര്യങ്ങളും ഞങ്ങൾ ആ ഊണ് കഴിക്കാനിരുന്ന സമയത്ത് മാത്രമേ ഞാൻ വേറെ എന്തെങ്കിലും കാണുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ കാണാറില്ല. പിന്നെ ഈ ഇന്നലെ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരും ജോലി കഴിഞ്ഞ് വൈകിട്ട് 7:30 ആകുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. മക്കൾ 2 പെൺകുട്ടികളാണ്. ഇളയാൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പുള്ളിക്കാരി തനിയെ പാചകം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇന്നലെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് എന്തോ പാചകം ചെയ്തിട്ട് 6 മണിക്കാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ വരുന്ന സമയം വരെ ഗ്യാസ് സ്ലിമ്മിലാണ് ഇരിക്കുന്നത്. റൂമിലേക്ക് കയറിയപ്പോൾ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ സ്മെല്ലുണ്ട്. പക്ഷേ മീനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചതിൻ്റെ മണാന്ന് കരുതി ഞാനും വൈഫും അതൊന്നും നോക്കാതെ ഞങ്ങൾ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. സായന പ്രാർത്ഥന ഞങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് കയറുമ്പോഴാണ് ഗ്യാസ് ഓണായിരിക്കുന്നത് അറിയുന്നത്. അതിനു മുമ്പ് ജസ്റ്റ് ആ നോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ വാതിലൊന്ന് തുറന്നായിരുന്നു. ആ സമയത്തായിരിക്കും ചിലപ്പം എന്തോ ഇത് ഓഫായി പോയിരിക്കുകയാണ്, ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുക. മുറിക്കകത്ത് വന്നില്ലെങ്കിൽ അടുക്കളയിൽ ഫുള്ളായിട്ട്
ഗ്യാസിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. അത് ഉറപ്പാണ്, തീർച്ചയായിട്ടും അമ്മ ആ സമയത്ത് വന്ന് എൻ്റെയും എൻ്റെ മക്കളെയും സംരക്ഷിച്ചത് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ പ്രേക്ഷിത പ്രദർശനം എന്ന് പറയുന്നത് ഞാൻ ചെയ്തിരുന്നത്, ഇവിടുന്ന് പത്രം കിട്ടുമ്പോൾ അത് ബസ് സ്റ്റാൻഡിലും അറിയുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ടോക്ക് ഒരു ദിവസം പോലും മുടക്കാറില്ല. അത് എല്ലാ ദിവസവും 5:30 കഴിയുമ്പോഴത്തേക്ക് ആ സമയത്തിൽ ഞാൻ കാണാറുണ്ട്. അത് എൻ്റെ സുഹൃത്തുക്കൾക്കും എനിക്ക് പരിചയമുള്ളവർക്കും ഒരുപാട് പേർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വൈക്കത്ത് ഒരു മൂത്തേടത്ത് കാവിലൊരു അമ്മമാർ മാത്രം നടത്തുന്ന ഒരു വൃദ്ധസദനമുണ്ട്. അവിടെ പ്രായമായ അമ്മമാർ മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാനും വൈഫും കൂടെ ഞങ്ങൾക്ക് രണ്ടുപേരെയും കിട്ടുന്ന ശമ്പളത്തിൽ നിന്നൊരു വീതം എടുത്ത് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് കൊടുത്തു. അവിടുത്തെ ഒരു മദർ നല്ല ഒരു അമ്മയാണ്. ആ അമ്മ വിളിക്കും, പറയും എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും കൊണ്ട് തന്നാൽ മതി എന്നേ പറയാറുള്ളൂ. എങ്കിലും ഇപ്പോൾ 2-3 മാസമായിട്ട് എൻ്റെ സുഹൃത്തുക്കളും ഞാൻ പോകുന്ന പല സ്ഥലത്തുനിന്ന് പലരെയോടും പറഞ്ഞ് അവരും കൂടെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോൾ അവിടെ 2-3 അമ്മമാർക്ക് കാല് പൊട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായങ്ങൾ അവിടെ കിട്ടാറില്ലെന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് കുറച്ച് ചെറിയൊരു തുക ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ അവിടെ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞാൻ ഈ കൃപാസനത്തിൽ ചില റീലുകൾ കാണുമായിരുന്നു. അപ്പോൾ ഒരു റീല് കണ്ടപ്പോൾ അതിൽ ജപമാല വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാമെന്ന് കണ്ടു. ഞാൻ ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്തപ്പോൾ ആദ്യം 2 ദിവസത്തേക്ക് റിപ്ലൈ ഒന്നും ഉണ്ടായില്ല. 3-ാമത്തെ ദിവസം എനിക്കിങ്ങോട്ട് റിപ്ലൈ തരും. ഒരു സിസ്റ്ററാണെന്നാണ് പറഞ്ഞത്. എനിക്ക് ആരെന്നോ ഏതൊന്നും മുഖമൊന്നും കണ്ടില്ല. അതിലൊരു ഫോട്ടോ എന്ന് വെച്ചാൽ ജപമാല ഇങ്ങനെ വളച്ച് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ മാത്രമേ എൻ്റെ അകത്തുള്ളൂ. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറയുകയാണ്, ജപമാല ചൊല്ലാൻ അറിയാവോ? ഞാൻ പറഞ്ഞു എനിക്ക് അറിയാൻ പാടില്ല എന്ന് ഞാൻ വോയിസ് മെസ്സായിട്ടെ. അപ്പോൾ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇങ്ങോട്ട് ടൈപ്പ് ചെയ്തു, ജപമാല ഞാൻ അയച്ചു തരാം, എത്ര ചെല്ലേണ്ട രീതികളും ഞാൻ പറഞ്ഞു തരാമെന്ന്. 2 ദിവസം പിന്നെയും 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നോട് മെസ്സേജ് അയക്കുന്നത്. ഏകദേശം ഒരു 7-8 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അഡ്രസ്സിലേക്ക് 2 ജപമാലയും 1 ജപമാല ചെല്ലേണ്ട പുസ്തകവും വന്നു. അതിനുശേഷം ആ അഡ്രസ്സിലേക്ക് ആ നമ്പറിലേക്ക് ഒരു മെസ്സേജോ ഇങ്ങോട്ടോ അങ്ങോട്ടോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഏതാണെന്ന് പോലും മനസ്സിലായിട്ടില്ല ഇന്ന് വരെ. അത് അമ്മ തന്ന ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. അത് സത്യമായ കാര്യമാണത്. കാരണം ഇപ്പോഴും ഇന്ന് വരെ ഞാനത് മുടക്കിയിട്ടില്ല ജപമാല. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അത് ചൊല്ലിയിട്ടേ ഞാൻ കിടക്കാവുള്ളൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആദ്യമായിട്ട് ഞാൻ ബൈബിൾ വാങ്ങിച്ചിട്ട് പോയി. അതും എനിക്ക് സമയം കിട്ടുന്ന പോലെ സമയത്ത് ഞാൻ ചൊല്ലാറുണ്ട്. എല്ലാം ചെയ്തു തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ആദ്യം തന്നെ അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അരവിന്ദ്, കോട്ടയം ജില്ലയിൽ മണിമലയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ രേഖ, ഇത് അനിയത്തി അർച്ചന. ഞങ്ങൾ 3 പേരടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ അറിവ് വെച്ചപ്പം തൊട്ടേ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. മൊത്തത്തിൽ കടങ്ങളും ബാധകളും കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ സമയത്ത് 2020 ഒരു സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ചു. വീടിൻ്റെ കടങ്ങളായി. അപ്പോഴത്തേക്ക് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടാണ്. ഞങ്ങളൊരു 5 പേര് നല്ല കൂട്ടുകാരായിരുന്നു. അപ്പം ആദ്യം വന്ന അശ്വിൻ എന്ന് പറയുന്ന ആളായിരുന്നു. അശ്വിൻ്റെ കൂടെ ഞാനും വരുമായിരുന്നു. അവൻ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ അവൻ്റെ കൂടെ വരുമായിരുന്നു. രണ്ടാമത് വന്നത് അബീത്ത് എന്ന് പറയുന്ന ചേട്ടനായിരുന്നു. പുള്ളിയുടെ കൂടെ ഞാൻ വരുമായിരുന്നു. വരുന്നവരെന്നെല്ലാം ഞാൻ വന്ന് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. അവർ വന്ന് ഉടമ്പടി എല്ലാം എടുത്ത് പോകുമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു ഹിന്ദുവാണ്. അപ്പം അവർ രണ്ടും വന്ന് ഉടമ്പടി എല്ലാം എടുത്ത് പ്രാർത്ഥിച്ച് പോകും. അപ്പോൾ അവർക്ക് അതിൻ്റേതായ അനുഗ്രഹങ്ങൾ മാതാവ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവരും ഹിന്ദുക്കളായിരുന്നു. മൂന്നാമത് സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരാൾ വന്നു. അവനും വന്ന് പ്രാർത്ഥിച്ച് അവന് മാതാവ് അനുഗ്രഹം കൊടുത്തു. അവന് മാലദ്വീപ്സിൽ ജോലിയായി. അപ്പം ഞാൻ അവസാനത്തെ കണ്ണിയായിരുന്നു, 5ാമത്തെ. അപ്പോഴത്തേക്ക് കടങ്ങളും കൊണ്ടങ്ങ് ഇതായി. വീട് പണി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കടം വന്നു. അപ്പോഴത്തേക്ക് ഒരു ഏജൻറ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഗൾഫിൽ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. രൂപ മൊത്തത്തിൽ 85,000 രൂപ കൊടുത്താൽ മതി, നിനക്ക് ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് എല്ലാം തിരിച്ചും മറിച്ചും 85,000 രൂപ ആ ഏജൻറ്റിന് പൈസ കൊടുത്തു. അപ്പം അതൊരു തട്ടിപ്പായിരുന്നു. ആദ്യമൊക്കെ ആദ്യത്തെ 1 മാസം കഴിയുമ്പം പറഞ്ഞു, നിന്നെ പാസ്പോർട്ടെല്ലാം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് വിസ അടിക്കാൻ വേണ്ടി എല്ലാം ഇതാകുമെന്ന് പറഞ്ഞു. അപ്പോൾ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. ഇതുവരെയായിട്ടും അതിൻ്റെ ഒന്നും ഇല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് അവരെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അപ്പം ഒരു തവണ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനിയും നിൻ്റെ പേര് കള്ളക്കേസാക്കാൻ പോവുക, നിനക്ക് പിന്നെ വേറെ രാജ്യത്തോട്ട് പോലും പോകാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിലാക്കുമെന്ന് പറഞ്ഞു. അതോടെ പിന്നെ അതങ്ങ് നിന്നു. അപ്പോഴത്തേക്ക് മൊത്തത്തിൽ കടവായി.
അപ്പം ഞാൻ ഒരു ഡിഗ്രി പഠിച്ചതാണ്. എന്നിട്ട് മണിയിലെ ഒരു പച്ചക്കറി കട ജോലിക്കായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഒരു ദിവസം രാത്രി ആയപ്പോഴത്തേക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പിറ്റേ ദിവസം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്നുള്ള ഇതായി. ഞാൻ ആരോടും പറയാതെ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യം എനിക്ക് മെഴുകുതിരിയായിരുന്നു കിട്ടിയത് ഇതിന്. എന്നിട്ട് ഉടമ്പടി എടുത്തു പോയി. അപ്പോഴത്തേക്ക് ഇതിനു മുമ്പ് നാട്ടിൽ എൻ്റെ ഒരു ഗൾഫിലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, എൻ്റെ സീനിയറായിട്ട് പഠിച്ചത്. അവൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അവനോട് ഈ കഥകളെല്ലാം പറഞ്ഞായിരുന്നു. എന്നെ ഇതുപോലെ ഒരാൾ ചതിച്ചു, ഗൾഫിൽ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചതിച്ചു. അപ്പോൾ അവൻ ഗൾഫിൽ ജോലിക്ക് ലീവിന് വന്നു. അവനോട് ഞാൻ പറഞ്ഞായിരുന്നു. അവൻ അതിപ്പം പറഞ്ഞ് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ലീവ് കഴിഞ്ഞ് അവൻ നേരെ ഗൾഫിൽ കയറിപ്പോയി. എന്നിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, എടാ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സാറിന് നമ്പർ തന്നായിരുന്നു. അപ്പോൾ ഇതെല്ലാം നടക്കുന്നൊരു ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ്. അപ്പം മാർച്ച് ഏപ്രിൽ മെയ് ജൂണൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ഇവിടെ വരുന്നത്, ആദ്യത്തെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ ഉടമ്പടി എടുക്കുന്നതാണ്. ജൂൺ മാസം 26-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. ജൂൺ 27 ആയപ്പോഴത്തേക്ക് അന്ന് ആ സാറിനോട് പറഞ്ഞു, സാറ് എന്നെ കോൺടാക്റ്റ് ചെയ്തു, ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, നീ വരുന്നോന്ന് ചോദിച്ചു. അപ്പം തന്നെ ഞാൻ 5-6 ദിവസം കൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് പെട്ടെന്ന് തന്നെ സഫലമാക്കി തന്നു. വിസിറ്റിംഗ് എടുക്കാൻ എനിക്ക് 10,000 രൂപയുള്ളൂ. ഞാൻ കറക്റ്റ് ആ ചൂട് സമയത്ത് പോയിക്കൊണ്ട് 7,500 രൂപയുള്ളായിരുന്നു എനിക്ക് ടിക്കറ്റ്. മൊത്തത്തിൽ 17,500-ന് ഞാൻ ഗൾഫിൽ പോയി. എനിക്ക് അവിടെ ജോലിയായി. ഇപ്പോൾ 6 മാസമായി. 6 മാസം ആയപ്പോഴത്തേക്ക് അതിനിടയ്ക്ക് ഒരു പനി വന്നായിരുന്നു. പനി അവിടെ വെച്ച് ശകലം കൂടിപ്പോയിട്ട് എൻ്റെ ബ്ലഡിൽ CPR എന്ന് പറയുന്ന ഒരു സാധനം കൂടിപ്പോയിട്ട് 2-3 ദിവസം അവിടെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അതെല്ലാം മാതാവ് പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ച് എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിത്തന്നു. ഇപ്പം ഞാൻ പോയിട്ട് 6 മാസമായി. ഇപ്പോൾ ലീവിന് വന്നതാണ്. ഈ ജനുവരി 15 ഞാൻ കയറിപ്പോവും. ഈ 6 മാസത്തിനിടയ്ക്ക് എൻ്റെ കുറേ കടങ്ങൾ എനിക്ക് വീട്ടാൻ പറ്റി. അതുപോലെ എൻ്റെ കൂട്ടുകാരന്മാരാണേലും ഒരുത്തനാണെങ്കിൽ മാൽദീവ്സ് ജോലിക്ക് കയറി. മറ്റേ എൻ്റെ കൂട്ടത്തിൽ വന്ന പുള്ളിക്ക് സർക്കാർ ജോലി കിട്ടി. അവർ 2 കഴിഞ്ഞ ദിവസം വന്ന് ഇവിടെ ഉടമ്പടി പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു ഇടയ്ക്ക്. നടുവേദന മാറാൻ ആശുപത്രി പോയി ചോദിക്കുമ്പോൾ എല്ലാം ഒരു കുഴപ്പമില്ല. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എനിക്ക് നടുവേദന എടുക്കും. അപ്പോൾ ഇവിടുത്തെ തൈലം പുരട്ടിയിട്ട് എൻ്റെ നടുവേദനയും പൂർണ്ണമായിട്ട് മാറി. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് മാതാവ് നടത്തി തന്നു. ഉടമ്പടി വസ്തുക്കൾ തൈലമായിരുന്നു എൻ്റെ നടുവേദന മാറ്റാൻ വേണ്ടി. പിന്നെ അവിടെ വെച്ചിടയ്ക്ക് കാലൊന്ന് ഉളുക്കിയപ്പോഴത്തേക്ക് മരുന്നൊന്നും വാങ്ങിച്ചില്ല. വൈകുന്നേരം വന്ന് തൈലം പുരട്ടിയപ്പം തന്നെ കാലിന് മേലെല്ലാം മാറ്റി തന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു ആശ്രയഭവനുണ്ട്. അവിടെ ഞാൻ അത് കഴിഞ്ഞാൽ പിന്നെ മാസത്തിൽ ഒരു തവണയിലും ഞാൻ ഫുഡൊക്കെ പറയുമായിരുന്നു. പിന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും സഹായം ചെയ്യുന്നുണ്ട് ഇപ്പം. പിന്നെ അനിയത്തി ഇപ്പം നേഴ്സിംഗ് പഠിക്കുകയാണ്. ഈ പ്രശ്നത്താൽ പൈസയൊന്നും ഇല്ലായിരുന്നു. ആദ്യം പറഞ്ഞു 1,00,000 രൂപ മതി അഡ്മിഷൻ ഫീസെന്ന് പറഞ്ഞു. സമയമായപ്പോഴത്തേക്ക് അവർ പറയുന്നു 1,80,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു പൈസയും കയ്യിലായിരുന്ന സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് അപ്പോൾ ഞങ്ങൾ പുതിയ വീട് വെച്ചെടുത്ത് ഒരു അയൽക്കൂട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയെ അയൽക്കൂട്ടത്തിൽ ചേർത്തിട്ട് അവിടുന്ന് 1,50,000 രൂപ ലോൺ കിട്ടി കുടുംബശ്രീയിൽ നിന്ന്. അങ്ങനെ അനിയത്തിയും നേഴ്സിങ്ങിന് ചേർത്ത്. അനിയത്തി ഇപ്പോൾ ലീവിന് വന്നേക്കാം. അനിയത്തിയും 17-ാം തീയതി പോകും. എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നുകൊണ്ട് തന്നെ നടക്കുന്നതാണ്. മാതാവിൻ്റെ അനുഗ്രഹം അതുപോലാണ്. പിന്നെ അമ്മയ്ക്ക് ഒരു ഗ്ലൗസ് ഉണ്ടാക്കുന്ന കമ്പനി പോവാണ്. അവിടെ ആയിരുന്നാലും പണ്ട് പോയിക്കൊണ്ടിരുന്ന കമ്പനി ചെറിയതായിരുന്നു. അവിടുന്ന് അമ്മയുടെ ഇതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് അമ്മ ഇപ്പം അതിൻ്റെ തന്നെ വലിയൊരു കമ്പനിയിലോട്ട് സ്ഥാനക്കയറ്റം കിട്ടി. അപ്പോൾ അതിൻ്റേതായ ശമ്പളമുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഒരു രജിസ്റ്റർ വന്നിട്ടുണ്ട്. 9-ാം തീയതി ഇൻ്റർവ്യൂ ആണ്. അതിന് ഞങ്ങൾ തിരുവനന്തപുരം പോവുകയാണ്. സെക്രട്ടറിയിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ 9-ാം തീയതി അവിടെ പോകണം. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ നന്മ പ്രവൃത്തി ചെയ്ത മാതാവ് നമ്മളെ അതുപോലെ അനുഗ്രഹിക്കും. എനിക്ക് 100% ഉറപ്പാണ്. മാതാവിനെ അതുപോലെ എനിക്ക് വിശ്വാസമാണ്. 3 പേര് ഉടമ്പടി എടുത്താണ്. എൻ്റെ ഇപ്പം 2ാമത്തെ ഉടമ്പടിയാണ്. ഇന്ന് എനിക്ക് റാലിക്ക് കിട്ടിയത് മാതാവിൻ്റെ രൂപമായിരുന്നു. അപ്പോൾ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് 100% വിശ്വാസമാണ്. ഇതിനും നന്ദി പറയുന്നു അമ്മേ മാതാവ്. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. 2024 നവംബറിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ 12th കഴിഞ്ഞപ്പോൾ ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ബ്രദർ ജർമ്മനിയിലാണ്. അപ്പോൾ ചേട്ടനാണ് എന്നോട് പറഞ്ഞത് ജർമ്മനിക്ക് പോവാം, അവിടെ ആകുമ്പോൾ നമുക്ക് നല്ല എഡ്യൂക്കേഷൻ ആയിരിക്കും, ഫ്രീ എഡ്യൂക്കേഷൻ ആയിരിക്കും. അപ്പോൾ ചേട്ടൻ തന്നെ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനും സജസ്റ്റ് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ ഞാൻ A1 കയറിയ ടൈമിൽ എനിക്ക് മൊത്തത്തിലൊരു സഫക്കേഷനായിരുന്നു. ഒട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ആ സ്ഥലവും പരിചയമില്ലാത്ത ആൾക്കാർ, ഇത്രയും നാൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പെട്ടെന്ന് ജർമ്മനിലോട്ട് വരുമ്പോൾ പ്രൊനൗൺസിയേഷനൊക്കെ ആണെങ്കിൽ ഫുൾ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രോപ്പ് ആക്കേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേരൊക്കെ ഡ്രോപ്പാക്കി. പക്ഷേ ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ സെറ്റായി വന്നു. അങ്ങനെ എനിക്ക് നല്ല രീതിക്ക് തന്നെ എൻ്റെ A1 പാസ്സായി, A2 പാസ്സായി, B1 B2 പാസ്സായി. അങ്ങനെ B2 പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ
നമുക്കിങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്യും. നമുക്ക് 4 മൊഡ്യൂൾസാണ് വരുന്നത്, ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിങ് സ്പീക്കിങ്. അപ്പോൾ എനിക്ക് ലിസണിങ്ങും റീഡിങ്ങും ഭയങ്കരമായിട്ടും പാടായിരുന്നു. നമുക്ക് ഇപ്പോൾ 30-ലാണെങ്കിൽ 18 മാർക്ക് വേണം പാസിംഗ് മാർക്ക്. അപ്പോൾ അതിനെ 100-ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 മാർക്കായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു പാസിംഗ് മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു 16, 17 മാക്സിമം വന്ന 17, അതിന് അപ്പുറത്തോട്ട് എനിക്ക് പോവാറില്ലായിരുന്നു. പക്ഷേ എനിക്ക് സ്പീക്കിങ്ങിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു, ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും, ഞാൻ എന്നെ പറഞ്ഞാലും ഞാൻ പാസ്സാവുമെന്ന് എനിക്കൊരിതുണ്ടായിരുന്നു. റൈറ്റിംഗ് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ആ ഒരു ടൈമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ ഞങ്ങളുടെ മാർച്ചിലാണ് ക്ലാസ് കഴിയുന്നത്, ഏപ്രിലിൽ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പുറത്ത് പോയി എക്സാം എഴുതുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ കേരളത്തിൽ തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേരളത്തിൽ 2 സെൻറ്ററാണ് വരുന്നത്, ട്രിവാൻഡ്രം, കൊച്ചി. അപ്പോൾ അവിടെ നമുക്ക് മെയിൽ ത്രൂ ആണ് നമ്മൾ ഡേറ്റ് എടുക്കുന്നത്. നമുക്ക് സെൽഫായിട്ട് തന്നെ എടുക്കാൻ പറ്റും, ഏജൻറ്റിന് വെറുതെ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും അയച്ചു. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മെയിൽ വന്നു, എനിക്ക് മാത്രം മെയിൽ വരുന്നില്ല. ഈ ഒരു ടൈമിൽ ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു, പക്ഷേ എൻ്റെ മമ്മിയുടെ ഉടമ്പടി ഞാൻ ഏറ്റു ചെല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മെയിൽ വന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എനിക്കാണെങ്കിൽ 100-ൽ 91 ഉണ്ടായിരുന്നു. എൻ്റെ 4 മൊഡ്യൂൾ ഞാൻ പാസ്സായി. ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്പീക്കിങ്ങിനാണെങ്കിൽ 91 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ കോൺഫിഡൻസ് കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ വേറെ സ്ഥലത്ത് കേരളത്തിന് പുറത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി കോയമ്പത്തൂർ എടുക്കാം. കോയമ്പത്തൂരാകുമ്പോൾ എൻ്റെ റിലേറ്റീവ് അവിടെ ഉണ്ട്, അപ്പോൾ നമുക്ക് അക്കോമഡേഷൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അവിടെ ഡേറ്റ് എടുത്തു. ഡേറ്റ് എടുക്കുന്ന ടൈമിൽ ഞാൻ ഏപ്രിലാണ് ഡേറ്റ് എടുക്കണേ. അപ്പോൾ അവർ പറഞ്ഞു 8 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എക്സാം സ്റ്റാർട്ട് ചെയ്തത് 12 മണിയായപ്പോഴാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഭയങ്കരമായിട്ടും വേർത്ത്, ഭയങ്കരമായിട്ട് പേടിയായി. അപ്പോൾ എക്സാമിന് കയറുന്ന ടൈമിൽ ഫസ്റ്റ് സ്പീക്കിംഗ് ആയിരുന്നു. സ്പീക്കിങ്ങിന് അവർ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി പറയണം, അപ്പം അതിൻ്റെ ബേസിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പം മലയാളത്തിൽ എന്നോട് ഒരാൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിനോട് ആൻസർ ഞാൻ അങ്ങനെ പറയുന്നു, അതുപോലെ എനിക്ക് പറയാൻ പറ്റി. അപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കൂടി. ഞാൻ വിചാരിച്ചു എന്തായാലും സ്പീക്കിങ് പാസ്സാവുമെന്ന് വിചാരിച്ചു. ഇറങ്ങി വന്നപ്പോൾ പിന്നെ ആഫ്റ്റർനൂൺ ആയിരുന്നു എൻ്റെ ലിസണിങ്ങും റീഡിങ്ങും വന്നത്. അതെനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു, കാരണം ഇതുവരെ ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞാൻ പാസ്സായിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഫെയിലാവുമെന്ന് എനിക്കൊരു തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരാളല്ലായിരുന്നു, ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ അന്തോണിസ് പുണ്യാളനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഓൾ ഓവർ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, പക്ഷേ കൃപാസന മാതാവിനോട് എടുത്ത് ഞാൻ പ്രാർത്ഥിക്കില്ലായിരുന്നു, എനിക്കൊരു പേടിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലിസണിങ് റീഡിങ് നോക്കിയപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല, പേപ്പർ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനപ്പോൾ അന്തോണിസ് പുണ്യാൾ എന്നെ പാസ്സാക്കാമെന്ന് ഞാൻ ജസ്റ്റ് ചോദിച്ചു. ഞാൻ എടുത്ത് നോക്കി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, പിന്നെ ആൻസറൊക്കെ എനിക്ക് എവിടെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അങ്ങനെ അത് കഴിഞ്ഞു. റൈറ്റിംഗ് ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ അത് കഴിഞ്ഞു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എൻ്റെ റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഫെയിലായി. ഞാൻ തോക്കുമെന്ന് വിചാരിച്ച എൻ്റെ ലിസണിങ് റീഡിങ് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര കരച്ചിലൊക്കെ ആയി, നമുക്ക് വല്ലാത്ത വിഷമമായി, കാരണം വിചാരിച്ചില്ലാത്ത രീതിയിൽ തോൽവി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, മമ്മിയുടെ ഉടമ്പടി ഏറ്റെടുത്ത് എല്ലാം തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡേറ്റ് എടുത്തു. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്താണ് ഡേറ്റ് എടുത്തത്. അപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് റൈറ്റിംഗ് ഞാൻ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. പ്രത്യേകിച്ച് സ്പീക്കിങ് എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മൊഡ്യൂൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ടും ഒരു ഓവർനൈറ്റൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. 2 മണി വരെ ഇരുന്നൊക്കെ പഠിച്ച് വെളുപ്പിന് എഴുന്നേക്കുന്ന ഒരു ടൈപ്പായിരുന്നു ഞാൻ. പക്ഷേ പ്രയോജനമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞപ്പോൾ മോർണിംഗ് ആയിരുന്നു എൻ്റെത് റൈറ്റിംഗ് വന്നിരിക്കുന്നത്. റൈറ്റിംഗ് എനിക്ക് നന്നായിട്ട്, ഞാൻ പഠിച്ച ടോപ്പിക്കായിരുന്നു, റിവൈസ് ചെയ്ത ടോപ്പിക്കായിരുന്നു, നന്നായിട്ട് ഞാൻ എഴുതി. ഉച്ചയായപ്പോഴായിരുന്നു എൻ്റെ സ്പീക്കിങ്. പക്ഷേ സ്പീക്കിങ്ങിന് വന്നപ്പോൾ നമ്മുടെ എക്സാമിനേഴ്സൊക്കെ ഭയങ്കരമായിട്ടൊരു റൂഡായിട്ട് പെരുമാറുന്ന രീതിയിലായിരുന്നു. നമ്മളോട് വല്ലാത്ത രീതിയിൽ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ, ഇങ്ങനെ കരയിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു. ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ കരഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് എന്തായാലും തോന്നി സ്പീക്കിംഗ് എന്തായാലും ഞാൻ ഫെയിലാവുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ റൈറ്റിംഗ് ഞാൻ പാസ്സാവുമെന്ന് വിചാരിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ 2ഉം ഫെയിലായി. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടും വിഷമമായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതാണല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി, ഇനി മറ്റുള്ളവരുടെ ഉടമ്പടി നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ സ്വന്തമായിട്ട് തന്നെ ഉടമ്പടി എടുക്കേണ്ടി വരും. അതുകൊണ്ട് നവംബറിൽ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നവംബറിൽ ഉടമ്പടി എടുത്തു. പിന്നെ ഡിസംബറിലോട്ട് ഡേറ്റ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്ക് ഫെബ്രുവരിയിലാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്. എനിക്ക് പിന്നെയും ട്രിവാൻഡ്രം തന്നെ കിട്ടിയത്. എനിക്ക് പേടിയുണ്ടായിരുന്നു, പോയി ഫെയിലായ സ്ഥലത്ത് പിന്നെയും പോകണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തു. റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് എഴുതി നോക്കി, സ്പീക്കിംഗ് ആണെങ്കിലും ഒരുപാട് പ്രാക്ടീസ് ചെയ്തു.
അപ്പോൾ രാവിലെ ആയിരുന്നു റൈറ്റിംഗ് വന്നിരുന്നത്. റൈറ്റിങ്ങിൻ്റെ ടൈമിൽ ഞാൻ എൻ്റെ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശടയാളം വരട്ടിയും അതുപോലെ തന്നെ തേൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി കാശുരൂപ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈറ്റിങ്ങിൻ്റെ ടൈമിൽ ഞാൻ റിവൈസ് ചെയ്തപ്പോൾ ആ ടോപ്പിക് അങ്ങോട്ട് നോക്കിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് നോക്കിയപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല. നമ്മൾ ടോട്ടൽ 6 പാരഗ്രാഫ് എഴുതണം. പക്ഷേ എനിക്ക് 2 പാരഗ്രാഫ് ഞാൻ കഷ്ടിച്ച് എഴുതി. പക്ഷേ എനിക്കൊന്നും അറിയാൻ പാടില്ല. എനിക്ക് എന്തായാലും തോന്നി എന്തായാലും ഫെയിലാവും, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്കായിരുന്നു എൻ്റെ സ്പീക്കിംഗ് നല്ല ഈസി ആയിരുന്നു, നന്നായിട്ട് ഞാൻ പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. ഫെയിലാവുമെന്ന് വിചാരിച്ച എൻ്റെ റൈറ്റിംഗ് ഞാൻ 71 മാർക്കിൽ ഞാൻ പാസ്സായി. 60 മാർക്കാണ് പാസ് മാർക്ക്. അതെനിക്ക് ഉറപ്പാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എൻ്റെ പേപ്പറിൽ. എനിക്കിപ്പോഴും അറിയാം ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എൻ്റെ സ്പീക്കിംഗ് ഞാൻ തോക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി ഡേറ്റ് എടുത്തു. അപ്പോൾ ആ ഒരു ടൈമിൽ അച്ഛനെ കണ്ടായിരുന്നു. പക്ഷേ അച്ഛനെ കണ്ടിട്ട് മാത്രം കാര്യമില്ല, ഞാൻ എൻ്റെ ഉടമ്പടിയും കൂടെ കറക്റ്റായിട്ട് ചെയ്യണമായിരുന്നു. ഞാനന്ന് ശരിക്കും ഉഴപ്പി, എൻ്റെ ഉടമ്പടി ഞാൻ നല്ല വൃത്തിക്ക് ഉഴപ്പിയായിരുന്നു. എന്നിട്ട് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ സ്പീക്കിംഗ് ഞാൻ ഫെയിലായി. അപ്പം പിന്നെ ഞാൻ മടുത്തു. എക്സാം എഴുതി ഒരുപാട് ക്യാഷും ആയി. പിന്നെ ശരിക്കും മടുത്ത് കുറേ നാളായി പോണില്ലേ എന്ന് ആൾക്കാർ ചോദിക്കുന്നു. ശരിക്കും നമ്മൾ വല്ലാത്തൊരു മടുപ്പായി. പിന്നെ ഞാനെങ്കിലും വിചാരിച്ചു ഏജൻസി ഡീൽ കൊടുക്കാം പുറത്ത്. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു 3 മൊഡ്യൂൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു 4 മൊഡ്യൂൾ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, 3 മൊഡ്യൂളുകാർ ഇപ്പോൾ അവരെടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ പെട്ടെന്ന് ഒരു ഓഗസ്റ്റിൽ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് വന്നു വിത്തൗട്ട് ഇൻ്റർവ്യൂ. ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാണ്ട് എനിക്ക് തരാമോ, എനിക്ക് പേടിയാണ്. കാരണം അവിടെ എന്ന് വെച്ചാൽ ജർമ്മൻസ് തന്നെയാണ് ഇൻ്റർവ്യൂവിന് എടുക്കുന്നത്. അവരുടെ ലാംഗ്വേജ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ മാതാവ് എനിക്ക് അതുപോലെ തന്നെ വന്നു. വിത്തൗട്ട് ഇൻ്റർവ്യൂവിൽ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കൈ കിട്ടി. കോൺട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ടെൻഷൻ എന്ന് പറഞ്ഞാൽ വിസക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. VFSൽ ഭയങ്കരമായിട്ടും പ്രശ്നമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഫുള്ള് റിജക്ഷനൊക്കെ വന്ന ടൈമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ തന്നെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റിയും വന്നു. 1 ഇയർ എഗോ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സൊക്കെ അവർ റിജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ 2 പേപ്പർ 1 ഇയർ എഗോ ആയിരുന്നു, ഒരെണ്ണം മാത്രമായിരുന്നിട്ടുള്ളൂ 1 ഇയറിന് താഴെയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ദിവസം ഓഗസ്റ്റിലും കിട്ടിയില്ല, സെപ്റ്റംബറിലും ഡേറ്റ് കിട്ടിയില്ല. പെട്ടെന്ന് എനിക്ക് ഒക്ടോബർ 29-ാം തീയതി എനിക്ക് ബാംഗ്ലൂർ ഡേറ്റ് കിട്ടി. ഡേറ്റ് കിട്ടിയ ടൈമിലാണെങ്കിലും ഞാൻ ഒരുപാട് ടെൻഷനായി. ആ ഒരു ടൈമിൽ എൻ്റെ ഉടമ്പടി പുതുക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ വിശ്വസിച്ചോളാം, എനിക്ക് മാതാവിൻ്റെ രൂപം പ്രതീക്ഷണ സമയത്ത് കിട്ടുവാണെങ്കിൽ എനിക്ക് എന്തായാലും എൻ്റെ വിസ കിട്ടും എന്ന് ഞാൻ ഉറപ്പിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ലോട്ടറി എടുത്തപ്പോൾ എനിക്ക് മാതാവിൻ്റെ രൂപ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ എന്തായാലും വിസ എനിക്ക് കിട്ടും. അപ്പോൾ വിസ ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ മലയാളീസ് ആയപ്പോൾ അവർക്കൊരിതുണ്ട്, അവർക്ക് മെയിനായിട്ടും ഈ കർണാടക ടീംസിനോടൊക്കെയാണ് താല്പര്യം. അപ്പോൾ നമ്മളോട് ലാംഗ്വേജൊക്കെ ആയിട്ട് അവർക്ക് വലിയ പിടുത്തം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഭംഗിയായിട്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷേ ഞാൻ അന്ന് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന രാത്രിയാണ് എനിക്ക് എൻ്റെ അക്കോമഡേഷൻ്റെ കോൺട്രാക്റ്റ് ഏജൻസി അയച്ചു തരുന്നത്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ എൻ്റെ വിസയിൽ ഞാൻ എൻ്റെ അക്കോമഡേഷൻ കോൺട്രാക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും വിസ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്തെങ്കിലും ചെറിയൊരു റീസൺ വരെ അവർ റിജക്റ്റ് ആക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു റീസൺ ആണ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, കൊറിയർ വന്നിട്ടുണ്ട്, വിസ ഡിസ്പാസ്സായെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് വിളിച്ചു. അപ്പം ഞാൻ ചെന്ന് എൻ്റെ വിസ കളക്ട് ചെയ്തു. ഞാൻ എന്നിട്ട് പള്ളി ചെന്നാണ് ഞാൻ തുറന്നത്. ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ തൊട്ട് മാതാവ് എനിക്കിന്ന് തരണം, ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പാടായി, ഇപ്പോൾ ഇതിന് ഒരുപാട് ക്യാഷായി, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ശരിക്കും ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. എല്ലാവരും എന്നോട് പറഞ്ഞു, ഞാനിത് വന്ന് എൻ്റെ വിസ വന്നെന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞു അക്കോമഡേഷൻ്റെ കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ മസ്റ്റായിട്ടും വിസ റിജക്റ്റ് ആവും, അതൊരു റീസൺ ആണെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ നന്ദി എൻ്റെ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ രോഗസൗഖ്യമാണെങ്കിൽ എനിക്ക് കാലിന് എൻ്റെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എൻ്റെ കാലിന് ഭയങ്കര ഒരു വേദന ഉണ്ടായിരുന്നു, ലെഫ്റ്റ് ലെഗിന്. അപ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. ഞാൻ തൊങ്കിയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. ഡോക്ടറിനെ കണ്ടപ്പോൾ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അവർ പാരസെറ്റമോൾ വന്ന് വിട്ടു. പക്ഷേ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ വേദന കൂടി. പിന്നെ വേറൊരു ഡോക്ടറിനെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു അസ്ഥിക്ക് ബലമില്ലാഞ്ഞിട്ടാണ് വേദന വരുന്നത്. അപ്പോൾ ലൈഫ് ലോങ് ഒരു ടാബ്ലറ്റ് വന്നിട്ട് പറഞ്ഞു ഇത് കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ പെയിൻ കില്ലറും തന്നായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു ടാബ്ലറ്റ് ഞാൻ കഴിച്ചില്ല. വേദന വരുമ്പോൾ ആ പെയിൻ കില്ലർ എടുത്ത് കഴിക്കുമായിരുന്നു. പക്ഷേ
എനിക്ക് ഭയങ്കരമായിട്ട് വേദനയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ഉടമ്പടിയൊക്കെ എടുത്തു. ഒരു മാസം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. ഇതുവരെ എനിക്ക് ഈ നിമിഷം വരെ ആ വേദന വന്നിട്ടില്ല. ഞാൻ പിന്നീട് ആ ഒരു ടാബ്ലറ്റ് വാങ്ങിച്ചിട്ടുമില്ല. പിന്നെ എനിക്ക് ഈ വൊമിറ്റിങ്ങിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ബസ്സിലൊക്കെ പോവുകയാണെങ്കിലും കാറിൽ പോവുകയാണെങ്കിലും ഞാൻ വൊമിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ എൻ്റെ ഉടമ്പടി ഇവിടെ പത്രം വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന ടൈമിൽ ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ പേഴ്സിൽ നോക്കിയപ്പോൾ എൻ്റെ ടാബ്ലറ്റ് കാണാനില്ല. ഞാൻ ഫുള്ള് നോക്കി, ബാഗിൽ നോക്കി, കാണാനില്ല. പിന്നെ ഞാൻ കഴിക്കാണ്ട് തന്നെ ഇങ്ങോട്ട് വന്നു. പക്ഷെ അന്നെന്തോ ഞാൻ വൊമിറ്റ് ചെയ്തില്ല. വീട്ടിൽ വന്ന് തിരിച്ച് ഞാൻ എൻ്റെ ബാഗിൽ ആ പേഴ്സ് നോക്കിയപ്പോൾ ആ ടാബ്ലറ്റ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എടുത്ത് മാറ്റിയതാണ്. ഇന്ന് വരെ ഞാൻ പിന്നെ ബാംഗ്ലൂർ വരെ പോയിട്ട് ഞാൻ ഇതുവരെ വൊമിറ്റ് ചെയ്തില്ല. അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ നൽകിയൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പറ്റാവുന്ന മാസത്തിലൊക്കെ വന്ന് പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റൊക്കെ ഞാൻ പള്ളിയിൽ തന്നെ ആയിരിക്കും കൊടുക്കൊണ്ടിരുന്നത്. പിന്നെ അച്ഛൻ പറഞ്ഞു നമ്മൾ പൊതു സ്ഥലത്ത് കൊണ്ട് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ചേർത്തല ഫുള്ള് ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഓരോ വീട്ടിലും കയറി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു അനുഭവം വന്നതെന്ന് വെച്ചാൽ, ഞാൻ ചേർത്തല ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കുന്ന ടൈമിൽ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇത് എന്തിനാണിത്, ലാസ്റ്റ് അവർ കണ്ണാടി തുടയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ അന്നത്തോടെ ഞാനത് ഓട്ടോക്കാർക്ക് കൊടുക്കുന്നത് ഞാൻ നിർത്തി. ഞാൻ കാണുമ്പോൾ അവിടെ അവർ ഓട്ടോ തുടയ്ക്കുന്നുണ്ട്, ആ പേപ്പർ കൊണ്ട് ഞാൻ തുടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അന്ന് തൊട്ടേ ഓട്ടോക്കാർക്ക് കൊടുക്കുന്നത് നിർത്തി. പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ അമ്മച്ചിമാരെ പോയി കാണുമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റാവുന്ന സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു. പിന്നെ വഴിയോരങ്ങളിൽ എന്നോട് ക്യാഷ് ചോദിക്കുന്നവർക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പണ്ടൊന്നും ഞാൻ ഇതുവരെ ഞാൻ കൊന്ത ചെല്ലിയിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്ത ശേഷമാണ് ഞാൻ കൊന്തയെല്ലാം തുടങ്ങിയത്. കൊന്ത ചെല്ലുമ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെല്ലാറില്ല. എല്ലാം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. പ്രത്യേകിച്ച് 5ാമത്തെ രഹസ്യം ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. ഇത്രയൊക്കെ ചെയ്തെന്ന അനുഗ്രഹങ്ങൾ ചെയ്ത എൻ്റെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞു. മാതാവിനും തിരുക്കുമാരനും ആദ്യം തന്നെ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് എബിൻ. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത കുറിച്ചി സെൻറ്റ് ജോസഫ് ഇടവകമാണ്. ഞാൻ 2024 മാർച്ച് 8-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കൃപാസനത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ പള്ളിയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. കുർബാനയിൽ എല്ലായിടത്തും പങ്കെടുക്കുന്നു, സംഘടനയിലെല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്നു, വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനകളെല്ലാം നന്നായിട്ട് പങ്കെടുത്ത് പോകുന്നൊരു വ്യക്തിയായിരുന്നതിൽ തന്നെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കുക, അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതിനെപ്പറ്റി ഞാനിങ്ങനെ വലിയ ആവശ്യകതയെപ്പറ്റി ഞാൻ ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ UAE വിസിറ്റിന് പോകണം, ഒരു ജോലി അവിടെ കണ്ടെത്തണമെന്നൊക്കെ തീരുമാനിച്ച് അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്തുള്ളൊരു ആൻറ്റി മുഖേനയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി കൂടുതലായിട്ട് അറിയാനിടയായത്. ആ ആൻറ്റിയാണ് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വേണ്ടി പ്രചോദനമായത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും പള്ളിയിൽ പോകുന്നു, സന്ധ്യാപ്രാർത്ഥനകൾ ചൊല്ലുന്നു, അതേപോലെ തന്നെ കുമ്പസരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പം എൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ UAE പോയാൽ എനിക്ക് ജോലി കിട്ടും, അമ്മ എൻ്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ഞാൻ പോയിരുന്നത്. അങ്ങനെ ഞാൻ UAE അവിടെ ഞാനിങ്ങനെ ജോലി അന്വേഷിച്ച് തുടങ്ങി. 1 മാസമായിട്ടും ഒരിടത്തു നിന്ന് എന്നെ വിളിക്കുന്നില്ല. അപ്പം ഞാൻ ആകപ്പാടെ പയ്യെ ഡൗണായി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാൻ അവിടെ വേറൊരു കമ്പനിയിൽ എനിക്ക് ജോലി റെഡിയായി. ഞാൻ അവിടെ കയറുന്നു. അപ്പം ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. അത് റിലേറ്റ് ചെയ്ത് തന്നെ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം UAE ഞാൻ ആ ഒരു ഫീൽഡിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്യാൻ കയറിയത്. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര വർക്ക് പ്രഷറായിട്ട് വരുന്നു, എനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എല്ലാവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു. ഞാനപ്പോൾ അങ്ങനെ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ എനിക്കൊട്ടും പറ്റുന്നില്ല ഇവിടെ നിൽക്കാനായിട്ട് വേണ്ടി, എന്നെ ഇവിടെ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതേപോലെ എനിക്ക് വർക്ക് പ്രഷർ വരാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. 1 മാസമാകുന്നു. അപ്പോൾ ഒരു വിസയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പ്രോസസ്സിങ് തുടങ്ങി. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. അമ്മ എൻ്റെ വിസയൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇവിടെ തന്നെ നിന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആകുമല്ലോ. അപ്പം എനിക്ക് ഞാൻ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോബ് എനിക്ക് തരിക, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ എങ്ങനെയും ഇവിടുന്ന് വേറൊരു ഫീൽഡിലേക്ക് മാറ്റിവിടുക എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞു. ഇതേപോലെ തന്നെ വർക്ക് പ്രഷറാവുന്നു, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസം എന്നെ HR വിളിക്കുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു, താങ്കളുടെ ജോലി നഷ്ടമായി, താങ്കൾക്ക് ഇവിടെ നമ്മുടെ രീതിയിലുള്ള നിൽക്കാനായിട്ട് വേണ്ടി പറ്റുന്നില്ല, അതുകൊണ്ട് താങ്കൾക്ക്
നാളെ മുതൽ വരണ്ടെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. ഞാനപ്പോൾ പെട്ടെന്ന് ഡൗണായി. ആകപ്പാടെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം UAE എൻ്റെ ഒരു ബ്രദറുണ്ട്. അപ്പോൾ ബ്രദറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം എൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലോ, അമ്മ എനിക്കിത് പറ്റുന്നില്ല, എന്നെ ഇവിടുന്ന് എങ്ങനെയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ തന്നെയാണ് ഈ ജോലി എന്നിൽ നിന്ന് കളഞ്ഞതെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പം വീണ്ടും എനിക്ക് പ്രതീക്ഷയായി, നല്ലൊരു ജോലി എനിക്ക് കിട്ടാനായിട്ട് വേണ്ടിയാണ് അമ്മ ഇത് കളഞ്ഞതെന്നുള്ളത്. അങ്ങനെ ഞാൻ വീണ്ടും മുമ്പോട്ടേക്ക് പോകുന്നു. ഞാനിങ്ങനെ ജോലികൾക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നു. എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പഠിച്ചിട്ട് പോകുന്നു, പ്രിപ്പയർ ചെയ്തെല്ലാം പോകുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിനൊന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലെ ആകപ്പാടെ ഇതാവുന്നു. ചിലയിടത്ത് ഞാൻ കിട്ടുമെന്ന് ഉറപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കുറേ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചെടുത്ത് പോലും നിസ്സാര കാര്യത്തിന് അത് റിജക്റ്റായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ 6 മാസത്തോളം ഞാൻ UAE നിന്നു. അവിടുന്ന് എനിക്ക് ജോലിയൊന്നും ആവുന്നില്ല. ഞാൻ ആകപ്പാടെ ഡൗണായി. അപ്പം ഞാൻ നാട്ടിലേക്ക് വരാനായിട്ട് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തു. അപ്പോഴും ആ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയും എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, ഇവിടെ നിന്നെങ്കിലും എനിക്കൊരു കോൾ വരും, എനിക്ക് അവിടെ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുന്നു. പക്ഷെ ഒന്നും ആയില്ല. ഞാൻ തിരിച്ച് നാട്ടിൽ വരുന്നു. അപ്പോൾ ഞാൻ എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിൽ വന്ന് ഇറങ്ങുന്നൊരു സമയത്ത് ഞാൻ ആകപ്പാട് ഡൗണായിട്ടാണ് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്ന ഫ്ലൈറ്റിലായാലും അല്ലാതെ ആൾക്കാരായാലും ജോലി സ്ഥലങ്ങളിൽ നിന്ന് വളരെ ഹാപ്പി ആയിട്ട് വരുമ്പോഴത്തേക്കിന് ഞാനൊന്നുമല്ലാതെ ഒരു വട്ടപൂജയായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു, എന്തിനാണ് എന്നെ ഇങ്ങനെ ഇതേപോലെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് എന്നെ UAE കൊണ്ടുപോയത് എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര വിഷമത്തോടു കൂടി പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുന്നു. ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ റൂമിലേക്ക് മാത്രമായിട്ട് അങ്ങ് മാറി തുടങ്ങി. അത് പിന്നെ എനിക്ക് വിഷമം കൂടി, ഭയങ്കരമായിട്ട് വാശിയായി. ഞാനപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ കൃപാസനത്തിൽ പോകത്തില്ല, ഞാൻ ഇനി കൊന്ത ചൊല്ലത്തില്ല, ഒരു പ്രാർത്ഥനയും ചൊല്ലത്തില്ല, ഇനിയും ഞാൻ ഒരു രീതിയിലും പള്ളിയായിട്ട് എടുക്കത്തില്ല, എന്തിനാണ് എന്നെ ഇങ്ങനെ ഇതാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അല്ലാതെ നിന്ന് ഒഴിയാൻ തുടങ്ങി. അപ്പം സന്ധ്യാപ്രാർത്ഥന തുടങ്ങി, അച്ചാച്ചനും അമ്മയും വിളിക്കാൻ തുടങ്ങി. ഞാൻ ആ സമയത്ത് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നിടത്ത് എഴുന്നേറ്റ് പോയി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അങ്ങനെ ഒരു 3-4 ദിവസം കടന്നുപോയി. ഒരു ദിവസം രാത്രിയിൽ ഞാൻ എന്നെ സ്വപ്നം കാണുകയാണ്. ഞാൻ ഒരു അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. അപ്പം എൻ്റെ 2 കൈകളും ഞാൻ തുറന്ന് പിടിച്ചിരിക്കുന്നു. അൾത്താരയിൽ ഒരു കുരിശ് ഞാൻ ഇരിക്കുന്ന കാണുന്നുണ്ട്. ആ കുരിശ് എൻ്റെ കൈകളിലേക്ക് വെച്ച് തരുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നെങ്കിലും എൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു, നാളെ നീ കൃപാസനത്തിൽ പോകണം, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സ് തന്നെ പറയാൻ തുടങ്ങി. അന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു, കൃപാസനത്തിൽ വന്നു, എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഇവിടുന്ന് അന്നത്തെ ധ്യാനം എല്ലാം കൂടിയിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പം അതുവരെ ഇനി എന്തെന്നുള്ളത് എനിക്ക് അറിയാൻ മേലാതിരുന്ന ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കിന് ഭയങ്കര സമാധാനത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. ജോലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. പിന്നെ എല്ലാ ആഴ്ചകളിലും ഞാനിവിടെ വരാൻ തുടങ്ങി. എല്ലാ ചൊവ്വാഴ്ചകളിലും വന്ന് കുർബാനയിൽ പങ്കെടുക്കും, ധ്യാനം കൂടും, എന്നിട്ട് ഞാൻ തിരിച്ചു പോകും. അപ്പം അതുകൂടാതെ തന്നെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ പോകാൻ തുടങ്ങി. ചങ്ങനാശ്ശേരിയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികളെ കാണാനായിട്ട് വേണ്ടി പോകാൻ തുടങ്ങി. അപ്പോൾ അന്ന് വരെ എനിക്ക് അങ്ങനെ പോകാൻ മടിയായിരുന്നു. പത്രം കിട്ടിയാലും ഞാൻ അങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു. പത്രം ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് വീടുകളിൽ മാത്രം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി അച്ചാച്ചനായിരുന്നു എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കങ്ങനെ പുറത്തേക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ പുറത്തേക്ക് പോയി ഹോസ്പിറ്റലുകളിൽ പോകാൻ തുടങ്ങി, രോഗികളെ കാണാൻ തുടങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ കുറച്ചെടുത്ത് ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ ബാഗിൽ ഇവിടുത്തെ പത്രം എടുത്തുകൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ അവിടെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനാണ് ഒരു ദിവസം എനിക്ക് അച്ഛനെ കാണാനായിട്ട് വേണ്ടിയുള്ള ഒരു അവസരം കിട്ടുന്നത്. ഞാനങ്ങനെ ഇവിടെ വരുന്നു. അന്ന് അച്ഛനെ കാണാനായിട്ട് വേണ്ടി ഞാൻ ഈ പള്ളിയുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്നെ നിന്നങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഞാൻ നോക്കുമ്പോഴത്തേക്കിന് ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ട കാര്യം എന്താണോ അതെൻ്റെ മുമ്പിൽ റിയലൈസ് ആയിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വരുന്നു, അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു, 2 കൈ ഞാൻ തുറന്ന് പിടിച്ചിരിക്കുന്നു. എൻ്റെ കൈ നിന്നായിട്ട് നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. കാരണം അൾത്താരയിൽ ഞാൻ അന്ന് കണ്ട ആ കുരിശ് എൻ്റെ മുമ്പിൽ ഇപ്പം നേരിട്ട് നിൽക്കുകയാണ്. ആ കുരിശ് അച്ഛൻ എൻ്റെ കൈ കൊണ്ട് വെച്ച് തരുന്ന കഴിയുമ്പോഴത്തേക്കിന് എൻ്റെ അറിയാതെ തന്നെ ഞാൻ എൻ്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകി ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിറച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. അന്ന് അച്ഛൻ എന്നെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു, കാശുരൂപം തന്നു. ഞാനങ്ങനെ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ തന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞില്ല, UAE നിന്ന് എന്നെ വീണ്ടും കോൾ ചെയ്തു. എനിക്ക് അവിടെ ഒരു നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലി, നല്ലൊരു പൊസിഷനിലേക്ക് കിട്ടിയിട്ടുണ്ട്.
അമ്മ എന്ന അനുഗ്രഹത്തിനും അമ്മയുടെ തിരുക്കുമാരനും 1000 നന്ദി ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ രോഗികളെ കാണാൻ വിസിറ്റ് ചെയ്യാൻ പോവുകയും അവർക്ക് എന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുകയും അവർക്ക് ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കൂട്ടത്തിൽ പ്രേക്ഷിത പ്രവർത്തനമായി പത്രങ്ങൾ ഞാൻ എല്ലായിടത്തും നടന്ന് കൊടുക്കാൻ തുടങ്ങി. ആത്മീയ ജീവിതം ഞാൻ കുർബാനയിൽ പങ്കുകൊള്ളുന്നു, കുമ്പസരിക്കുന്നുണ്ട്, എന്നും ഞാൻ കൊന്തചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഞാനിപ്പോൾ UAE-യിലാണെങ്കിലും വർക്കിന് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ചതിന് ശേഷം മാത്രമേ ഞാൻ പോകാറുള്ളൂ. അതേപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ ആയിട്ടുള്ള സമയങ്ങളെല്ലാം ഞാനിപ്പോഴും പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അല്ലെങ്കിൽ മാതാവിൻ്റെ ഏതെങ്കിലും പാട്ടൊക്കെ ഞാൻ സ്വയമേ പാടി അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ സമയങ്ങൾ നീക്കാറ്. ഇനിയും ഞാൻ ഉടമ്പടി തന്നെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി വീണ്ടും ഉടമ്പടി തന്നെ ഭൂമിയിൽ നിൽക്കുവാനും ഈ അൾത്താരയിൽ നിൽക്കുവാനും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾക്കും ഇവിടെ നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം പറയുവാനായിട്ടും ഞങ്ങളെ ഇടയാക്കിയ ഈശോയ്ക്കും ഞങ്ങളുടെ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ പേര് ശില്പ, ഇതെൻ്റെ ഹസ്ബൻഡ് രാജീവ്. ഞങ്ങൾ വരുന്നത് കോട്ടയം ജില്ലയിൽ സെൻറ്റ് മേരീസ് മുണ്ടക്കയം ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 1-ാം തീയതിയാണ്. അന്ന് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ ഏറ്റവും ഭൗതികമായ കുറച്ച് ആവശ്യങ്ങൾ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് വരുന്നത്. അതും എൻ്റെ അമ്മ അതിനു മുന്നേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയിലൂടെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു മാതാവിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നില്ല. അതായത് ഞാൻ ഒരു മാതാവിൽ വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാത്ത ഒരു സഭാ സമൂഹത്തിൽ നിന്നാണ് കല്യാണം കഴിച്ച് കാത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമൊക്കെ മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പറയുമ്പോഴൊക്കെ എനിക്കങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് അപ്പം എന്നോട് കൊന്ത കഴുത്തിലിടണമെന്നും ജപമാല ചൊല്ലണമെന്നൊക്കെ പറയുമ്പോഴൊക്കെ ഞാനതൊന്നും അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ എന്താണ് മാതാവ്, അല്ലെങ്കിൽ മാതാവിലൂടെ നമ്മൾ മാധ്യസ്ഥം വഴി ഈശോയുടെ അടുത്തേക്ക് എങ്ങനെയാണ് ചെല്ലുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യം ലഭിച്ചാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. അത് എൻ്റെ നേട്ടമല്ല, എനിക്ക് അമ്മ മാതാവ് ഞങ്ങളെ അതിലേക്ക് നയിച്ചതാണ്. ആദ്യം തന്നെ എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിന് 7 വർഷത്തോളമായിട്ട് ഒരു അലർജി രോഗം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ മുതലേ ഉണ്ടായിരുന്നായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എല്ലാ ദിവസവും ഒരു 10-20 മിനിറ്റോളം ദേഹത്തൊക്കെ ചൊറിയും, നല്ലപോലെ ചൊറിയുകയും, പക്ഷേ ഒരു ചുമന്ന പാടുകളോ അല്ലെങ്കിൽ മറ്റു റാഷസ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെയധികം ചൊറിഞ്ഞിട്ട് കുറച്ച് സമയത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തന്നെ വളരെ ദേഷ്യം വരുമായിരുന്നു. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനൊരു അവസ്ഥയിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാനിത് നിയോഗമായിട്ട് വെച്ചു. ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം എല്ലാ ദിവസവും പിന്നീട് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഹസ്ബൻഡിൻ്റെ ശരീരത്തിൽ പുരട്ടുകയും കുളിക്കുന്ന വെള്ളത്തിൽ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയി. പിന്നീട് ഞങ്ങളുടെ ചില ജീവിത പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് അത് മറന്നുപോയി ഞങ്ങൾ ഈ ഒരു കാര്യം. പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുന്നത് ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് ശരീരത്തിൽ നിന്ന് മാറി എന്നുള്ളത്. അതായത് 7 വർഷത്തോളമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു അലർജി രോഗത്തെയാണ് അമ്മ മാതാവ് ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കളഞ്ഞത്. ഞങ്ങൾ കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്, ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം ഞങ്ങൾ തന്നെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കി. മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ സോപ്പ് മാറ്റുകയും അങ്ങനെ ഒരുപാട് ചെയ്ത് നോക്കി. പക്ഷേ അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഒരു പ്രശ്നം അതിനുശേഷം ഇന്നേ വരെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അമ്മ മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന, ഈശോ വഴി ഞങ്ങൾക്ക് ചെയ്തു തന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്ന ഇതാണ്. അടുത്ത സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഭർത്താവിന് കൊടുക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്നെന്ന് ഈ സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ അലർജി രോഗം മാറിയതിനെ തുടർന്നാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്.
ഞാൻ ആദ്യമേ വൈഫ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് വെറുതെ മാറി നിന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമേ വീട്ടിൽ ചെന്നപ്പോഴേ വൈഫിനോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്യുക, ഇതൊന്നും എന്നെ നിർബന്ധിക്കരുത് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്ന കാര്യം. അങ്ങനെ ആ സമയത്ത് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് ആ ഒരു സൗഖ്യം കിട്ടിയതിനെ തുടർന്ന് ഞാനും ഉടമ്പടിയിലേക്ക് വന്നു. അപ്പോഴും ഉടമ്പടിയിലേക്ക് വന്നു ജസ്റ്റ് ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ മാത്രമാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഞങ്ങൾ ഭൗതികമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ചെറുപ്പത്തിൽ എനിക്ക് വളരെ നല്ല വിശ്വാസമുള്ള ആളായിരുന്നെങ്കിലും പിന്നീട് എൻ്റെ പഠിത്തവും വിദ്യാഭ്യാസവും ജോലിയൊക്കെ ആയതിനു ശേഷം ഞാൻ ആ വിശ്വാസത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയിരുന്നു. എങ്കിലും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഈ സമയത്ത് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും, ഞാനൊരു ഇൻസ്ട്രക്ഷണൽ ഡിസൈനറാണ്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി കുറച്ച് ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ തുടങ്ങി. പ്രോജക്റ്റുകളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം കുറഞ്ഞു വരാൻ തുടങ്ങി. സാലറി പയ്യെ ഡിലേ ആകാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ വിചാരിച്ചു സാരമില്ല, 1 മാസത്തെ കാര്യം അല്ലെങ്കിൽ 2 മാസത്തെ കാര്യം, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, വേറൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഇനി ട്രൈ ചെയ്യാം. അപ്പം പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഞാൻ 2012 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ 2012 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ എൻ്റെ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടില്ല. എൻ്റെ കയ്യിലുള്ളത് പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ കമ്പനിയിലെല്ലാം ഞാൻ ഈ പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരുന്നത്. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിന് കോൾസ് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് പോരാ, എല്ലാവരും അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു, എല്ലാവരും ഇപ്പോൾ ഫൈനൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഫൈനൽ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി, കോളേജിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്രിൻസിപ്പാളിനോട് ചോദിക്കാം, ഞാൻ ഫൈനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കാം. ഞാനൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി ചെയ്തിരിക്കുന്നത്, കേരളത്തിന് പുറത്താണ്. അപ്പോൾ ഞാൻ പ്രിൻസിപ്പാളിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ആദ്യമേ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ പോർട്ടലിൽ നിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഉണ്ട് എന്നുള്ളതിന് നീ എനിക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരുമോ, അല്ലാന്നുണ്ടെങ്കിൽ നീ അതിൽ കയറിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് മെയിൽ ചെയ്യ്, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പ്രിൻസിപ്പാൾ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ പോർട്ടലിൽ പോയിട്ട് നിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി, പക്ഷേ നിൻ്റെ ഒരു ഡീറ്റെയിൽസും അവിടെ കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായത് ആ പോർട്ടലിൽ ഞാൻ ഡിഗ്രി ചെയ്തതിൻ്റെ ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പോൾ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞു, ഈ സിറ്റുവേഷനിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് തരാൻ പറ്റില്ല, ഇഷ്യൂ ചെയ്യാനോ അപ്ലൈ ചെയ്യാനോ പറ്റില്ല, നീ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തു. യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവരെന്നോട് ആദ്യം ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഈ 13 വർഷം നീ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ചോദിച്ചത്. 13 വർഷമായിട്ട് നീ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തില്ല എന്ന് ചോദിച്ചു. എനിക്കതിനൊരു ഉത്തരവില്ലായിരുന്നു. കാരണം ആദ്യത്തെ ജോലിക്കൊക്കെ കയറിയ സമയത്തൊക്കെ ഞാൻ വളരെ ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. ആ ഒരു ഫ്ലോയിൽ മാത്രം പൊയ്ക്കൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഒരു മെയിൽ അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്കൊരു മെയിൽ അയച്ചു, എങ്ങനെ എൻ്റെ പോർട്ടലിൽ എൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ മിസ്സിംഗ് ആണ്, എനിക്ക് ഫൈനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ മെയിൽ അയച്ചതും അവരെനിക്ക് റിപ്ലൈ ചെയ്തു. ആ റിപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ല, നീ നിൻ്റെ കോളേജിൽ കോൺടാക്ട് ചെയ്യുക, പ്രിൻസിപ്പാളിനോട് പറയുക, അവരെന്തെങ്കിലും ചെയ്തു തരുവാണെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പ്രൊസീഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. പ്രിൻസിപ്പാളിനോട് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പാളും പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാനില്ല, യൂണിവേഴ്സിറ്റി ആണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത്, സർട്ടിഫിക്കറ്റ് തരേണ്ടതെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ നിയോഗം ഇതിൽ വെച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിയോഗം വെക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം ഇങ്ങനൊരു പ്രശ്നമുള്ള കാര്യമേ അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡെയിലി ബ്രെഡിൻ്റെ സമയത്തും അല്ലാതെ ഞങ്ങളുടെ പേഴ്സണൽ പ്രയറിൻ്റെ സമയത്തും ഒക്കെ ഞങ്ങൾ അമ്മയോട് പറയുമായിരുന്നു. ഞങ്ങൾ പേഴ്സണൽ പ്രയറിൻ്റെ സമയത്ത് ഞങ്ങൾ അമ്മയോട് ഈശോയോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യമൊക്കെ ഒരു ഫോർമാറ്റ് വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ അമ്മ മാതാവാണല്ലോ, ഈശോ ആണല്ലോ. അപ്പം നമ്മൾ സംസാരിച്ചാൽ മതി, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്കപ്പോൾ മനസ്സിൽ തോന്നുകയാണ്, നീ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ 2 പോർട്ടൽ കാണുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് പോർട്ടലാണ്, മറ്റേത് എൻറോൾഡ് സ്റ്റുഡൻസ് പോർട്ടലാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റുഡൻസ് പോർട്ടലിൽ കയറി നോക്കി, എൻ്റെ ഒരു ഇൻഫർമേഷൻ അവിടെ ഇല്ല, എനിക്ക് ലോഗിൻ ചെയ്യാനേ പറ്റുന്നില്ല, എൻ്റെ ക്രെഡൻഷ്യൽസ് ഒന്നും കറക്റ്റ് അല്ല, വാലിഡ് അല്ല. അപ്പോൾ ഞാൻ പോയിട്ട് എൻറോൾഡ് സ്റ്റുഡൻസ് പോർട്ടലിൽ കയറി നോക്കി. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ എല്ലാ ഇൻഫർമേഷനും, ഞാൻ ഡിഗ്രി ചെയ്ത വർഷം, എൻ്റെ പേര്, എൻ്റെ ബയോഡേറ്റ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും എനിക്ക് തോന്നി, ഇനി ഞാൻ പ്രിൻസിപ്പാളിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. പ്രിൻസിപ്പാളാണല്ലോ പറഞ്ഞത് അവിടെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രിൻസിപ്പാളിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സാറിന് ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കും, സാർ ഈ സ്റ്റുഡൻസ് പോർട്ടലിൽ കയറി നോക്കിയോണ്ടായിരിക്കും കാണാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളല്ലേ, ഞാൻ സ്റ്റുഡൻസ് പോർട്ടലല്ല കയറി നോക്കി, എൻറോൾഡ് സ്റ്റുഡൻസ് പോർട്ടലിൽ നിൻ്റെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് പ്രവർത്തിച്ചതാണെന്ന് 100% ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഞങ്ങളതിൽ വിശ്വസിക്കുന്നു. ആ ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾ അയച്ചു കൊടുക്കുകയും അതിൻ്റെ ഇൻഫർമേഷൻസ് അടങ്ങിയ ആ വെബ്സൈറ്റിൻ്റെ എൻ്റെ പോർട്ടലിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കുകയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യും, ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. ഇനി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്തും ജോലിയൊന്നും കിട്ടിയില്ല, ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഞങ്ങൾ ഉടമ്പടിയിൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി, ഈ നിയോഗങ്ങളെല്ലാം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, ഈശോയുടെ അടുത്ത് എന്നിട്ട് ഞങ്ങൾക്ക് ഇത് തരണേ, അത് തരണേ, ഞങ്ങളുടെ ഈ കാര്യങ്ങൾ നടത്തി തരണേ, ആ രീതിയിൽ ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം
ഈശോ നമ്മുടെ അപ്പനാണല്ലോ. അപ്പനോട് പറഞ്ഞാൽ അപ്പൻ നമ്മുടെ കാര്യങ്ങൾ അറിയാത്തൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ കാര്യങ്ങൾ പറയും, പക്ഷേ ഞങ്ങളുടെ നിയോഗങ്ങൾ വെച്ചിട്ട് അത് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രീതി ഞങ്ങൾ മാറ്റി. അമ്മ മാതാവാണ് ഞങ്ങളെ കൈ പിടിച്ച് ഈ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോയുടെ പുറകെ അങ്ങോട്ട് പോയാൽ മതി, വേറെ ഇനി ഒന്നും ചിന്തിക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഉടമ്പടിയിൽ കൂടുതൽ എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് ചിന്തിച്ച് ഞങ്ങൾ ഉടമ്പടിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി. ഞങ്ങൾ ഈ പള്ളിയിൽ കൊണ്ട് ആദ്യം പത്രം കൊടുക്കുന്നതൊക്കെ പള്ളിയിലായിരുന്നു പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പള്ളിയിലാകുമ്പോൾ അവരെന്തായാലും വാങ്ങിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ പള്ളിയിൽ ഇങ്ങനെ പത്രം കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങൾ ടൗണുകളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ആദ്യം ഞങ്ങളുടെ ടൗണിൽ തന്നെ കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ കൊടുത്തെടുത്ത് തന്നെ പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കാതെ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങളുടെ അടുത്തടുത്ത ടൗണുകളിലേക്ക് അടുത്തടുത്ത ജില്ലകളിലേക്കൊക്കെ പോയിട്ട് പത്രം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂകൾ വരുന്നുണ്ട്, അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂകളെല്ലാം തന്നെ ഏകദേശം ഫൈനൽ റൗണ്ട് വരെയൊക്കെ വരും. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ ആദ്യം അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ വിശ്വസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു 2 മാസത്തെ സമയം ആവശ്യമുള്ളൂ. ആ 2 മാസം കൊണ്ട് എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് ഒരു ജോലിക്ക് കയറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ഇൻ്റർവ്യൂ ആയി, 2 ഇൻ്റർവ്യൂ ആയി, 3 ഇൻ്റർവ്യൂ ആയി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ക്വാളിഫിക്കേഷനൊന്നും ഇവിടെ വർക്കൗട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് ഒന്നും ഇവിടെ വർക്കൗട്ട് ആവുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തിട്ടും അവസാനം വരുമ്പോൾ അവരെന്നെ സെലക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ പറയും നിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങളുടെ കമ്പനിയുടെ റിക്വയർമെൻറ്റ്സുമായിട്ട് അത്രയും മാച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് സോറി വേറെ അടുത്തൊരു തവണ നോക്കാം എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങി. പതിയെ ആ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് വന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഞങ്ങളുടെ പേടി, ആ ഭയമൊക്കെ അങ്ങ് മാറിപ്പോയി. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ ഉടമ്പടിയിൽ നമ്മൾ കൃത്യമായിട്ടെല്ലാം പാലിക്കുന്നുണ്ടോ, എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെങ്ങനെ അസസ് ചെയ്യും? അപ്പോൾ അങ്ങനെ ഒരു സംശയം വന്നപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. ആ ചെക്ക് ലിസ്റ്റിൽ ഞങ്ങളൊരു 12 ചെക്ക് പോയിൻറ്റ്സ് ഉണ്ടാക്കി. എന്നിട്ട് അതിൽ ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, ഒപ്പം ഞങ്ങൾ പേഴ്സണലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ പോയപ്പോഴത്തേക്കും ഞങ്ങൾ കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, നമ്മുടെ പെർഫോമൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പല ഗ്രാഫുകളും ചാർട്ടുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ചെക്ക് പോയിൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ പെർഫോമൻസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തു, ഞങ്ങൾ ഈ പോയിൻറ്റ്സ് എല്ലാം കൂട്ടി ഓരോ ആഴ്ചയിൽ ഞങ്ങളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. എക്സ് ആക്സിസിൽ ഞങ്ങൾ വീക്ക്, വൈ ആക്സിസിൽ ഞങ്ങളുടെ കിട്ടുന്ന പോയിൻറ്റ്സ് അങ്ങനെ ഇട്ടിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് ഓരോ ആഴ്ചയിലും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ എങ്ങനെയാണ് നന്നായി പോകുന്നുണ്ടോ, ബെറ്ററായിട്ട് പോകുന്നുണ്ടോ, എവിടെയാണ് ഞങ്ങൾക്ക് വീഴ്ച വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെ നോക്കി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തുടങ്ങി. അപ്പോഴത്തേക്കും മുമ്പോട്ട് പോയി അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂസൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നിരുന്നു. ആ ഇൻ്റർവ്യൂവിന് ഞാൻ ആദ്യത്തെ 2 റൗണ്ട് അറ്റൻഡ് ചെയ്തതിന് ശേഷം ആ ഇൻ്റർവ്യൂ അവർ പിന്നീടൊന്നും പറഞ്ഞില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ബാംഗ്ലൂർ ലൊക്കേഷനിലേക്ക് ആണ് ഇൻ്റർവ്യൂ ആദ്യം എടുത്തത്, നീ സെലക്ട് ആയിട്ടുണ്ട്, പക്ഷേ നിനക്ക് ബാംഗ്ലൂർ ലൊക്കേഷൻ തരാൻ പറ്റില്ല, ഹൈദരാബാദ് ലൊക്കേഷനിൽ വേണമെങ്കിൽ നിന്നെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മുമ്പേ അതിൻ്റെ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ബാംഗ്ലൂരാണ്. അപ്പോൾ എനിക്ക് അവിടെ തന്നെ പോയിട്ട് വർക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ എനിക്ക് പരിചയമുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ബാംഗ്ലൂർ ലൊക്കേഷൻ എന്നല്ലേ പറഞ്ഞേ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ബാംഗ്ലൂർ തന്നെ വരാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു, അവർ പോയി. അതിനുശേഷം അവർ പറഞ്ഞു, പിന്നെ തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞു, ഓക്കെ ബാംഗ്ലൂർ ലൊക്കേഷനിലേക്ക് നിനക്ക് തരാം, പക്ഷേ നീ ഇപ്പോൾ ചെയ്ത എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സുകളും ഒന്നും കൂടി പിന്നെയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ 2 റൗണ്ട് ഉണ്ടായിരുന്നു. ആ 2 റൗണ്ട് ഞാൻ പിന്നെയും ചെയ്യുകയാണ് ചെയ്തത്. ആ 2 റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ 3 പാർട്ടുള്ളൊരു അസസ്മെൻ്റ് ആയിരുന്നു ആദ്യം എനിക്ക് തന്നിരുന്നത്. അപ്പോൾ ഈ 3 പാർട്ടിൽ രണ്ടാമത്തെ പാർട്ടെന്ന് പറയുന്നത് ഏകദേശം ഒരു 1 വീക്ക് എടുക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ 1 വീക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട ആ പ്രോസസ്സ് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ HR-നോട് ചോദിച്ചു, ഇതിനി ഞാൻ പിന്നെയും ഈ ഒരാഴ്ച എടുത്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ HR പറഞ്ഞു, സെയിം സബ്ജക്റ്റിലാണ് നിനക്ക് തന്നിരിക്കുന്നതെങ്കിൽ ചെയ്യേണ്ട, വേറെ സബ്ജക്റ്റിലാണ് നീ ചെയ്യണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പിന്നെയും അസസ്മെൻ്റ് എല്ലാം വായിച്ചു നോക്കി എനിക്ക് മനസ്സിലായി വേറൊരു സബ്ജക്റ്റിലാണ് എനിക്കത് തന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ HR-നെ വിളിച്ചിട്ട് ചോദിക്കാമെന്ന് തീരുമാനിച്ചു. ഇത് വേറെ സബ്ജക്റ്റിലാണ്, പക്ഷേ ഞാൻ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണല്ലോ, അപ്പോൾ ഇത് ഞാൻ ചെയ്യണമെന്ന് ചോദിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വിളിച്ചു നോക്കി HR-നെ, അപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, വൈഫ് ഫോൺ കട്ട് ചെയ്തതല്ലേ, അപ്പോൾ അമ്മ മാതാവ് നമുക്ക് വേണ്ടി തരാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഇതെന്നുണ്ടെങ്കിൽ ആ B പാർട്ടെന്ന് പറയുന്ന പാർട്ട് അസസ്മെൻറ്റിൽ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട, ഉള്ള 2 പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കുക, അവർ നമ്മളെ അതില്ലാതെ തന്നെ അടുത്ത റൗണ്ടിലേക്ക് പ്രൊസീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ അയച്ചു കൊടുത്തു. ഞങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങനെ തന്നെ അയച്ചു കൊടുത്തു. അതിനുശേഷം അവർ ആ B പാർട്ട് ചെയ്യാതെ തന്നെ എന്നെ ആ ഫസ്റ്റ് 2 പാർട്ടുകൾ ABC എന്നുള്ളതിൽ Aയും Dയും Cയും പാർട്ടുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്ത് ഇൻ്റർവ്യൂവിലേക്ക് സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ മെഴുകുതിരിയിൽ പെട്ടെന്ന് ഇങ്ങനെ ആ ലിക്വിഡ് അനങ്ങുന്ന പോലെ തോന്നി. ആ ലിക്വിഡ് അനങ്ങുന്ന പോലെ തോന്നിയിട്ട് ഞങ്ങൾ ആ ലിക്വിഡിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷേ കാര്യമാക്കിയില്ല. അപ്പോഴത്തേക്കും അതിൽ പതിയെ ഒരു നമ്പർ തെളിഞ്ഞു വന്നു. ഞാനത് കാണിക്കാം.
24 ഇതിൽ എഴുതിയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നവംബർ 29 ഈ ഡേറ്റ് കിട്ടുന്നത്. ഈ നമ്പർ കിട്ടുന്നത് നവംബർ 29 അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു, നമ്മൾ വെച്ചിരിക്കുന്ന ഏത് നിയോഗത്തിലാണ്, ഇനി ജോലിയുടെ കാര്യമാണോ അതോ മറ്റേതെങ്കിലും നിയോഗത്തിലാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് നിർത്തിയതാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കാം. നമുക്ക് അമ്മയുടെ കൂടെ ഈശോയുടെ കൂടെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് നാൾ അങ്ങനെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. നവംബർ 29 അപ്പോഴും ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഞങ്ങൾ ചിന്തിക്കുമ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് നവംബർ 29, ഇപ്പം ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു, ഓഫർ കിട്ടാനാണെങ്കിൽ ഇപ്പോൾ കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ ഇനി 24 എന്നൊരു ഡേറ്റാണ് അമ്മ കാണിച്ചു തരുന്നതെങ്കിൽ 24 ദിവസമുണ്ട്. 24 ദിവസം കഴിഞ്ഞ് എന്തായാലും ഓഫർ വരാനുള്ള സാധ്യതയില്ല. കാരണം പ്രോസസ്സ് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫർ ലെറ്റർ വരുന്നതാണ് നമ്മൾ സെലക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ശരി, അത് വിട്ടേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഉടമ്പടി ജീവിതത്തിലും ഞങ്ങളെ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഡിസംബർ 23 ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ നിന്നൊരു കൺഫർമേഷൻ മെയിൽ വന്നു. ഞാൻ അറ്റൻഡ് ചെയ്ത കമ്പനിയിൽ നിന്നൊരു കൺഫർമേഷൻ മെയിൽ വന്നു. ആ കൺഫർമേഷൻ മെയിൽ നിങ്ങളുടെ ഓഫർ ലെറ്റർ ഞങ്ങൾ ഉടനെ തന്നെ വിത്തിൻ ഫ്യൂ ഡേയ്സിൽ റിലീസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആ മെയിൽ വന്നത്. അപ്പോൾ ഞങ്ങൾ കൂട്ടി നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിൽ ആ നമ്പർ ഒന്ന് വെച്ച് ഞങ്ങൾ നോക്കി. ആ അമ്മ കാണിച്ചു തന്ന 24 എന്നുള്ള നമ്പറിൽ ആ 29 ഡേറ്റ് മുതൽ 24 ദിവസമാണ് ഞങ്ങൾക്ക് ആ കൺഫർമേഷൻ മെയിൽ വന്നിരിക്കുന്നത്. ശരി, അതായിരിക്കും ഞങ്ങളുടെ സാക്ഷ്യം, അല്ലെങ്കിൽ അതാണ് കിട്ടിയതെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം എന്ന് പറയുന്നത് ഡിസംബർ 24 അപ്പോൾ ഇനി ഡിസംബർ 24 എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസത്തേക്ക് കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പത്രം കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെല്ലാം ഞങ്ങൾ വിട്ടു. അന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് പള്ളിയിൽ പോകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ അടുത്തുള്ള ടൗണിലേക്ക് പോകണം, ഇതുവരെ ഞങ്ങളുടെ കയ്യിലുള്ള ബാക്കിയുള്ള പത്രങ്ങളെല്ലാം കൊടുത്തു തീർക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ബാക്കിയുള്ള പത്രങ്ങളെല്ലാം ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ഓരോ ആൾക്കാരോടും സംസാരിച്ച് സമയം എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കുറവ് പത്രം കൊടുക്കാൻ പറ്റുള്ളെങ്കിലും അന്ന് അവിടെ കൊണ്ട് നിർത്തി അടുത്ത ദിവസം പിന്നെയും പോയി ബാക്കി കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അന്നത്തെ ദിവസം ഞങ്ങൾ പത്രങ്ങളെല്ലാം കൊടുത്തു തീർത്ത് തിരിച്ചു വന്നു. അന്ന് 6 മണിയായി, ഒന്നും സംഭവിക്കുന്നില്ല. 9 to 6 ആണ് വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ശരി, പള്ളിയിൽ പോകാം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരുങ്ങി. 7 മണിയായപ്പോഴത്തേക്കും എനിക്കൊരു മെയിൽ വന്നു. ഞാൻ ജസ്റ്റ് മെയിൽ എടുത്ത് നോക്കിയപ്പോൾ അതെൻ്റെ ഓഫർ ലെറ്റർ ആയിരുന്നു. ആ തിരിയിൽ ഞങ്ങൾ കണ്ട 24 എന്ന് പറയുന്ന നമ്പർ 24ാമത്തെ തീയതി ഡിസംബർ 24 ഓഫർ നൽകി പരിശുദ്ധമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നൊരു ക്രിസ്മസ്. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ സാലറി ഒന്നും കിട്ടാതെ, ഞങ്ങൾക്ക് കുറേ സാലറികൾ ഡിലേ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. വല്ലപ്പോഴും ഒരു സാലറി കിട്ടും എന്നല്ലാതെ കൃത്യമായി സാലറി വരുന്നില്ല. വളരെ കഷ്ടപ്പാടിലായിരുന്നു. എത്ര ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്താലും ക്ലിയർ ആവുന്നില്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ അപ്പോഴും ഉടമ്പടി ജീവിതത്തിലായിരുന്നെങ്കിലും ഉടമ്പടി ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങളതിൽ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ ഉടമ്പടി ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പരിശുദ്ധമ്മ മാതാവ് ഈശോയുടെ അടുത്തുനിന്ന് വാങ്ങി തന്ന അനുഗ്രഹങ്ങളാണിത്. ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ എല്ലാ മാസവും വന്ന് കൃത്യമായിട്ട് കൃപാസനം പത്രം വാങ്ങിക്കൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും, ഞങ്ങൾ അടുത്തുള്ള ടൗണുകളിൽ, വേറെ പുതിയ ടൗണുകളിൽ, അടുത്തുള്ള ജില്ലകളിൽ എല്ലാം പോയി, അതിപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങളത് കാര്യമാക്കാറില്ല. അങ്ങനെ പോയി പത്രം കൊടുക്കുമായിരുന്നു. പത്രം കൊടുക്കുന്ന ഓരോരുത്തരോടും ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കും. ചിലർ അവരുടെ വിഷമങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കും. അവരുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഉടമ്പടിയെക്കുറിച്ചും പരിശുദ്ധമ്മ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഒക്കെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ ഞങ്ങളുടെ കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള ആരുമില്ലാത്ത വൃദ്ധരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം, സ്നേഹാലയങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുകയും അവരോടുകൂടെ സമയം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ആഹാരം കഴിക്കാനില്ലാതെ തെരുവുകളിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവരോട് വളരെ സ്നേഹത്തോടുകൂടി സംസാരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലെല്ലാത്തിനും ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളെയല്ല ഞങ്ങളിപ്പോൾ വാല്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് കിട്ടിയ നിധി എന്ന് പറയുന്നത് ഈശോയെ തന്നെയാണ്, പരിശുദ്ധമ്മ മാതാവിനെ തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള ഞങ്ങളുടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈ